നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, നാളെ അവർ ഇവിടെ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ് ലൈക്ലി ടു. ലൈക്ലി എന്നാൽ സാധ്യതയുള്ളത് എന്നാണ് അർത്ഥം. ഇറ്റ്സ് ലൈക്ലി ടു റെയിൻ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഹീ ഈസ് ലൈക്ലി ടു കം എന്ന് പറഞ്ഞാൽ അവൻ വരാൻ സാധ്യതയുണ്ട്. ദേ ആർ ലൈക്ലി ടു ഗോ എന്നായാൽ അവർ പോകാൻ സാധ്യതയുണ്ട് എന്നായി. എത്ര ഈസിയാണെന്ന് നോക്കൂ ഇതിൻ്റെ സ്ട്രക്ചർ. ദേ ആർ ലൈക്ലി ടു ഗോ എന്ന സെൻറ്റൻസ് നോക്കൂ. ദേ എന്നത് സബ്ജക്റ്റാണ്, പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ആർ. ഇത് സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ആർ എന്നത് വേർബ് ടു ബിയുടെ ഒരു ഫോം ആണ്. സബ്ജക്റ്റ് അനുസരിച്ച് വേർബ് ടു ബിയുടെ ഫോംസ് അവിടെ ഉപയോഗിക്കണം. ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ ആം ഉപയോഗിക്കാം. യു, വി, ദേ, പിന്നെ അതുപോലെ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണ് സബ്ജക്ട്സ് എങ്കിൽ ആർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഹി, ഷീ, ഇറ്റ്. അതല്ലെങ്കിൽ ഏതെങ്കിലും സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഈസ് ഉപയോഗിക്കാം. ഇത് പ്രസൻറ്റ് ടെൻസിൻ്റെ കാര്യമാണ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വാസ്, അതുപോലെ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ വേർ ഉപയോഗിക്കാം. അപ്പോൾ വേർബ് ടു ബിയുടെ ഡിഫറെൻറ്റ് ഫോംസ് നമുക്ക് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഉപയോഗിക്കേണ്ടത് ലൈക്ലി ടു, പിന്നെ ഉപയോഗിക്കേണ്ടത് V1 ഫോം ഓഫ് ദി വേർബ്. ഇവിടെ ഈ സെൻറ്റൻസിൽ V1 ഫോം ഓഫ് ദി വേർബ് ഗോ ആണ്. അപ്പോൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് ലൈക്ലി ടു പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ഹീ ഈസ് ലൈക്ലി ടു പാസ് ദ എക്സാമിനേഷൻ. അവൻ എക്സാം പാസ്സാവാൻ സാധ്യതയുണ്ട്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ലി ടു ഗെറ്റ് എ ജോബ്. എൻ്റെ ഫ്രണ്ടിന് ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഷീ ഈസ് ലൈക്ലി ടു റിസൈൻ സൂൺ. അവൾ പെട്ടെന്ന് തന്നെ റിസൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ദേ ആർ ലൈക്ലി ടു ക്ലോസ് ദെയർ ബിസിനസ്. അവർ അവരുടെ ബിസിനസ് ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ട്രെയിൻ ഫെയേഴ്സ് ആർ ലൈക്ലി ടു റിമെയിൻ അൺചേഞ്ച്ഡ്. ട്രെയിൻ ഫെയേഴ്സ് ഒക്കെ ഒരു വ്യത്യാസവുമില്ലാതെ തുടരാൻ സാധ്യതയുണ്ട്. ഹീ ഈസ് ലൈക്ലി ടു വിൻ ദി എലക്ഷൻ. അദ്ദേഹം എലക്ഷനിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. സ്മോക്കേഴ്സ് ആർ ലൈക്ലി ടു ഡെവലപ്പ് ലങ് ക്യാൻസർ. പുകവലിക്കുന്നവർക്ക് ലങ് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം സെൻറ്റൻസസ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലേ? കുറേ സെൻറ്റൻസസ് ഇതുപോലെ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ.